ഒ പിയിൽ വരുന്ന ഒത്തിരി ആൾക്കാർ പറയുന്നൊരു കോമൺ കംപ്ലൈൻ്റ് ആണ് ഉപ്പൂറ്റി വേദന. അവർ പലപ്പോഴും വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കാണിക്കുകയും എക്സ്റേ എടുക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ അകത്ത് ഒരു സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, ഡോക്ടറെ കാലിൻ്റെ അടിയിൽ ഒരു അസ്ഥി വളരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഉപ്പൂറ്റി വേദന. യഥാർത്ഥത്തിൽ ഈ കാലിൻ്റെ അടിയിൽ കാണുന്ന ഈ അസ്ഥി വളരുന്നതായിട്ട് തോന്നുന്നതും ഈ ഉപ്പൂറ്റി വേദനയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇങ്ങനെ വരുന്ന ഉപ്പൂറ്റി വേദനയുടെ ഒട്ടുമിക്ക കേസുകളും പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആയിരിക്കും. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നാൽ കാലിൻ്റെ പാദത്തിനടിയിലുള്ള ഒരു പാട, ആ പാടയ്ക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട്. എന്തുകൊണ്ട് ഇതിന് നീർക്കെട്ടുണ്ടാകുന്നു? നമ്മുടെ ഒരു ഷർട്ട് ടൈറ്റായി കഴിഞ്ഞാൽ എവിടെയായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരികയും കീറാൻ സാധ്യതയുള്ളത്? എവിടെയാണോ തയ്യലുള്ളത് അവിടെയായിരിക്കും. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ കാലിനടിയിലുള്ള ഈ പാട കൂടുതൽ ടൈറ്റ് ആകുകയും അതായത് അതിന് ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പാട നമ്മുടെ അസ്ഥിയിലോട്ട് പിടിക്കുന്ന ഉപ്പൂറ്റിയുടെ അവിടെയുള്ള അസ്ഥിയിലോട്ട് പിടിക്കുന്ന ഭാഗത്തായിട്ട് നീർക്കെട്ടുണ്ടാകുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ ചികിത്സയും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക കേസുകളിലും ഇതിന് നല്ല സ്ട്രെച്ചിങ് എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്താൽ ഒരു 90% കേസുകളിൽ ഇതിന് നല്ല റിലീഫ് ഉണ്ടാകാറുണ്ട്. വളരെ കുറച്ച് കേസുകളിൽ മാത്രമാണ് നമ്മൾ സർജറിയോ ഇഞ്ചക്ഷനോ പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരാറുള്ളത്. അപ്പം സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ ഈ കാലിൻ്റെ അടിയിലുള്ള ഈ പാടയ്ക്ക് മാത്രമല്ല, കാലിൻ്റെ പുറകിലുള്ള കാഫ് മസിലുകളുടെ സ്ട്രെച്ചിങ്, അതിൻ്റെ ടൈറ്റ്നസ് കാരണവും ഈ ഉപ്പൂറ്റിയുടെ അവിടെയായിട്ട് വേദന വരാം. ഇനി ചില കേസുകളിൽ മുകളിലോട്ടുള്ള മസിലുകളുടെ ടൈറ്റ്നസ് കാരണമോ, അതായത് തുടയുടെ ഭാഗത്തുള്ളതോ അതിന് മുകളിലുള്ളതായിട്ടുള്ള മസിലുകളുടെ ടൈറ്റ്നസ് കാരണമോ, ഇനി അതല്ലെങ്കിൽ അതിൻ്റെ ബലക്കുറവ് കാരണവും ഈ വേദനകൾ വരാം. അപ്പം ഈ ഉപ്പൂറ്റി വേദന വന്നാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓർത്തോപെഡിക് ഡോക്ടറെയോ അല്ലെങ്കിൽ ഓർത്തോപെഡിക് ഫുട്ട് ആൻഡ് ആങ്കിൾ സർജനെയോ കാണുകയും എന്തുകൊണ്ടാണിത് മാറാതെ നിൽക്കുന്നത് എന്ന് ഒന്ന് പരിശോധിക്കുകയും ചെയ്താൽ നല്ലതായിരിക്കും.